മൈ സ്റ്റേസ് ഹോട്ടലുകളുടെ വീഡിയോ ടൂറ്. ഞങ്ങൾ ടോക്കിയോയിൽ സ്റ്റേ ചെയ്യണ സ്ഥലം 604 സ്റ്റേ ചെയ്യണത്. കണ്ടോ, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാം. ഷൂ ഇടാൻ സ്ഥലമുണ്ട്, ഷൂസ് പോലത്തെ ഉണ്ട്, കണ്ണാടിയുണ്ട്, മൈക്രോവേവും കെറ്റിലും ഫ്രിഡ്ജും പിന്നെ വാഷിംഗ് മെഷീനും ഇൻഡക്ഷൻ സ്റ്റവും എക്സോസ്റ്റും ഒക്കെ ഉണ്ട്. ബാത്റൂം, ഇതാണ് ബാത്റൂം. ഇവിടെ സൈഡിലാണ് ഷവറിൻ്റെയൊക്കെ ബട്ടൺസ് എല്ലാം ഉണ്ട്. ഫ്രണ്ടും ബാക്കും ചൂടും സ്റ്റോപ്പും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഹെയർ ഡ്രയർ, കണ്ടീഷണർ ഒക്കെ തന്നിട്ടുണ്ട്. ബാത്ത് ടബ് വെച്ചിട്ട് ടിപ്പിക്കൽ ഹോട്ടൽ പോലെ ഷവറിങ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ സപ്ലൈ ആയിട്ടാണ്. കണ്ടോ, പാത്രങ്ങളൊക്കെ കണ്ടോ. പിന്നെ ടീ സ്റ്റാൻഡ്, ടീക്ക് വേണ്ടിയുള്ള കപ്പ്, ക്ലോക്കൊക്കെ ഉണ്ട്, ടേബിൾ ലാമ്പ് ഉണ്ട്, നല്ല വലിയ ടി വി ഉണ്ട്, ലോക്ക് സിസ്റ്റം ഒക്കെ തന്നിട്ടുണ്ട്. വേസ്റ്റ് ഇടാനുള്ള സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇരിക്കാനൊരു സോഫ, ഒരു കസേരയുണ്ട്, കിടക്കണ ബെഡ്. ഒസാക്കയിലുള്ള AFP ടെക്നോളജീൻ്റെ അത്ര അടിപൊളി അല്ലെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. പുറത്തേക്ക് ടോക്കിയോ സ്കൈലൈൻ കാണാം, ടോക്കിയോൻ്റെ ഈ ഒരു ഏരിയ കാണാം. പക്ഷേ കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയാസാണ്. പുറത്ത് മഞ്ഞായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ ബൈ ഹോട്ടൽ മൈ സ്റ്റേസ്. ടോക്കിയോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന ഓഫീസിൻ്റെ ഫ്രണ്ട് വയ്ക്കുക. ഇത് ജസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് ടോക്കിയോ സ്റ്റേഷൻ്റെ. ഇതിൽ കൂടുതൽ ആൾക്കാരുള്ള പല സ്ഥലങ്ങളുണ്ട്. കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര വലിയ സ്റ്റേഷനാണ്. സമയം ഏതാണ്ട് 12:30 അടുത്തായി. നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ഇനി പിടിക്കണം. അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ പോയി ഞങ്ങൾക്ക് ഇനി അവിടെ കാണിക്കണ ഷിൻകാൻസൻ എന്ന് എഴുതിയിട്ടുണ്ട് ബോർഡ്. JR ലൈൻസ് ഷിൻകാൻസൻ. ആ സൈഡിലേക്ക് ഞങ്ങൾക്ക് പോകണം. പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വഴി തെറ്റും ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ 1 o'clock ട്രെയിൻ ഞങ്ങൾ എടുത്തില്ല. 1:13 ട്രെയിൻ റിസർവ് ചെയ്ത്. പിന്നെ 1 മണിക്കൂറുണ്ടല്ലോ ഫിഗർ ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കും. ഷിൻകാൻസൻ എന്ന് പറയുന്നത് ബുള്ളറ്റ് ട്രെയിൻ. ടൊക്കൈഡോ സാനിയ ഷിൻകാൻസൻ എന്ന് പറയും. ഓക്കെ, ബൈ. ഞങ്ങളങ്ങനെ വീണ്ടും ബുള്ളറ്റ് ട്രെയിനിൽ കയറി ടോക്കിയോയിൽ നിന്ന് വണ്ടി വിട്ടു. ഈ പ്രാവശ്യം ബുള്ളറ്റ് ട്രെയിൻ വന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ലഗേജൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കായിരുന്നു പെട്ടെന്ന് ട്രെയിൻ എത്തിയത്. ട്രെയിൻ നേരത്തെ എത്തി, പ്ലാറ്റ്ഫോമിൽ നിർത്തി. 5 minutes കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഒരു ഗേറ്റ് പോലെ ഉണ്ട്, അത് ക്ലോസ്ഡ് ആയിരുന്നു. തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി. ഇങ്ങനെ ബൈ ബൈ ടോക്കിയോ. ഞങ്ങളിനി ക്യോട്ടോയിലേക്ക് പോവാണ്. 今日も東海道新幹線をご利用くださいましてありがとうございます。この電車は光645号新大阪行きです。中席は前より1号車から5号車です。お客様に繰り返し車内特大荷物持ち込みについてのお願いがございます。この電車の指定席グリーン車各車両最後部座席後ろの特大荷物スペースと各前面台横の特大荷物コーナーはあらかじめ決められたお座席をご予約されたお客様専用の荷物置き場です。指定席グリーン車車両をお持ちであった場合でも特大荷物スペース特大荷物コーナー付き座席をご予約されていないお客様のご利用はご遠慮ください。キャリーケースやお手回り品は荷物棚の上に置いていただき、落下防止のため荷棚からはみ出さないようにお乗せください。皆様のご協力をお願いいたします。May I have your attention please? This train is Hikari 645 going for Shin-Osaka. No reserved seat are cars 1, 2, 5. In the compartment of the reserved seat car, the space at the back is an oversized baggage area. The baggage corner next to wash basin is an oversized baggage compartment. Is the passengers
use the oversized baggage area. You need to book the last seat. Also, in the passengers, use the over. ഞങ്ങളിപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ നഗോയ സ്റ്റേഷൻ എത്തി. അവിടെയാണ് ടോക്കിയോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ. ടോക്കിയോ അല്ല, സോറി, ടൊയോട്ടേൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ നഗോയയിലാണ്. ധാരണ അറിയും. നഗോയ. ഹിക്കാരി എന്നാണ് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പേര്. അനൗൺസ്മെൻറ്റിൽ അതിനെക്കുറിച്ച് എന്തോ പറയണം. ഹിക്കാരി, നസോമി, പിന്നെ കെ വെച്ച് തുടങ്ങുന്ന ഓരോ ട്രെയിൻ. ഈ 3 ടൈപ്പ് ട്രെയിൻസാണ് ബുള്ളറ്റ് ട്രെയിൻസ് ഉള്ളത്. ഹിക്കാരിയാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് റൺ ചെയ്യണം വിത്ത് ലിമിറ്റഡ് സ്റ്റോപ്സ്. അങ്ങനെ നഗോയ വിട്ട് ഞങ്ങൾ പോവുകയാണ് ക്യോട്ടോയിലേക്ക്. ഞങ്ങൾ ക്യോട്ടോയിൽ എത്തിയിരിക്കുന്നു. സ്റ്റേഷനിൽ കൂടെ പോവാണ്. ജാരൻ കിങ്ങിണിയിലുണ്ട്. ഞങ്ങൾ വന്ന് ബുള്ളറ്റ് ട്രെയിൻ പോകുന്നു. അതിന് ക്യോട്ടോ കഴിഞ്ഞ് ഒസാക്കയിലേക്ക് പോവാണ്. ഞങ്ങൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് എടുക്കാൻ നോക്കി, പക്ഷേ ഫ്രണ്ട് ഭയങ്കര മുന്നിലാണ്. ഒരു ചാൻസ് ഉണ്ട്. ഇല്ല, ആ ട്രെയിൻ കിട്ടിയില്ല. ഇവിടെ ഒരു ട്രെയിൻ, അതും മിസ്സായിപ്പോയി. എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. നമ്മൾ ട്രെയിൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം 2 ട്രെയിൻ അടുത്തടുത്ത് പോയി. 2ൻ്റെയും ഫ്രണ്ട് കിട്ടിയില്ല. ഞങ്ങൾ ലിഫ്റ്റ് നോക്കി പോട്ടെ. എല്ലായിടത്തും ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ വെയിറ്റിംഗ് റൂംസ് ഉണ്ട്. തണുപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാറി വെയിറ്റ് ചെയ്യാം, പ്ലാറ്റ്ഫോമിൽ തണുപ്പ് കൊള്ളാതിരിക്കണമെങ്കിൽ. ഓക്കെ, ക്യോട്ടോ സ്റ്റേഷനാണിത്. ഈ ട്രാക്കിൽ വല്ല ട്രെയിൻ വരുമോ ഇല്ലെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് കിട്ടുമായിരിക്കും. ആൾക്കാരൊക്കെ ഇറങ്ങി പോവാണ്. ഇഷ്ടംപോലെ ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട് ഇവിടെ. ജാരൻ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ട്രെയിനിൻ്റെ ബാക്ക് സൈഡെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫ്രണ്ടും ഓൾമോസ്റ്റ് സെയിം രീതിയിലിരിക്കണേന്നാണ് തോന്നുന്നത്. ഫ്രണ്ടും ബാക്കും.
വേറൊരു ട്രെയിനാണ്, ബുള്ളറ്റ് ട്രെയിൻ. ഇതിൻ്റെ ബാക്കിങ്ങും കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, ഫ്രണ്ടും അതുപോലെ തന്നെയാണ്. സ്റ്റാർ വാസിലൊരു ഡാർക്ക് വെയ്ഡർ ലുക്കാണ്. ബാക്ക് കിട്ടി, ഫ്രണ്ട് കിട്ടിയില്ലെങ്കിലും ബാക്കിങ്ങിലും എടുത്തിരിക്കണം. ഈ വഴിക്ക് ഒരു ട്രെയിൻ വരേണ്ടതാണ്, നസോമി. നമ്മൾ വന്നത് ഹിക്കാരിയാണ്, ഇതൊരു നൊസോമിയാണ്. എല്ലാ ദിവസവും കുറേ ഹിക്കാരിയും കുറേ നൊസോമിയും വന്ന് പോയിക്കൊണ്ടിരിക്കും. ഹിക്കാരിയാണ് ഫാസ്റ്റായിട്ട് പോണേ, നൊസോമിയും ഫാസ്റ്റാണ് പോകുന്നത്. പക്ഷെ നൊസോമിയിൽ ഞങ്ങൾക്ക് കയറാൻ പാടില്ല, ഞങ്ങളുടെ പാസിൽ. Nozomi 39 bound for Hakata is arriving at track number 14. കിമോണോ ഇട്ട രണ്ടുപേരുണ്ട് അവിടെ. ഈ വരുന്നു. ഫ്രണ്ടും ബാക്കൊക്കെ ഒരേപോലെ കണ്ടോ. ഇങ്ങനെ ഞങ്ങൾ ക്യോട്ടോയിൽ സബ്വേ പിടിച്ചു. വേറെ എൻറ്റു ഞങ്ങൾക്ക് പ്രയോറിറ്റി സീറ്റ് ഉണ്ട്. ഹാൻഡിക്യാപ്റ്റും പിന്നെ സ്റ്റോളേഴ്സും ഒക്കെ ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ്. ട്രെയിൻ 2 സ്റ്റോപ്പുള്ളൂ മെയിൻ സ്റ്റേഷനിൽ നിന്ന്, ക്യോട്ടോ സ്റ്റേഷനിൽ നിന്ന്. ജുജോ സ്റ്റേഷൻ. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ക്യോട്ടോയിലെ ഹോട്ടലിലെത്തി. ഹോട്ടൽ സ്റ്റേ സക്കൂര, ക്യോട്ടോ ഫ്യൂഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലാണ്, 5th ഫ്ലോറിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ മിസ്സായി പോകും. അപ്പോൾ ഞങ്ങൾ കാർഡിട്ട് ഡോറിനകത്തേക്ക് കയറി 502 റൂമിലാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ലഗേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിലായിട്ടുള്ളതിൽ വെച്ചിട്ട് ഈ ഒരു സെക്ഷൻ ഏറ്റവും കൂടുതൽ ഏരിയ ഇവിടെയാണെന്ന് തോന്നുന്നു. കുറച്ച് നല്ല കോറിഡോറുണ്ട്. ഇവിടെ വേറെ ഷെൽഫുണ്ട്. ഇവിടെ കുറച്ച് ഞങ്ങൾ ഒസാക്കയിലെ സ്റ്റൈലാന്ന് തോന്നുന്നു. സെപ്പറേറ്റ് ബാത്റൂം കണ്ടോ. ഇത് ടോക്കിയോ സ്റ്റൈൽ ബട്ടൺസ് ആണ്. ഒസാക്കയിലെ ബട്ടൺസ് ബാത്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു, വേറൊരു ഹാൻഡിൽ പോലെയായിട്ട്. ഇതിവിടെ സെപ്പറേറ്റ് ആണ്. ഒസാക്ക സ്റ്റൈലാണ് കുറച്ച്. ഇനി വാഷ് ബേസിൻ. ഹായ്. യെസ്, ഇതുപോലെ തന്നെയാണ് ഒസാക്കയിലും ഉണ്ടായിരുന്നത്. ഒസാക്കയും ക്യോട്ടോ എന്ന് പറയുന്നത് കൻസായി ഏരിയ ആണ്, കൻസായി ഡിസ്ട്രിക്റ്റ് എന്തോ ആണ്. മേ ബി അതുകൊണ്ടാവാം ഒരു സിമിലാരിറ്റി, അല്ലെങ്കിൽ മേ ബി ഇങ്ങനത്തെ സ്റ്റൈൽ ആയതുകൊണ്ടാവാം. ഓ, ഇതിങ്ങനെയൊക്കെയാണ് ബാത്റൂം ഫോൾഡ് ചെയ്യണത്. ഇപ്പം ക്യോട്ടോയിൽ കയറി, ഹോട്ടലിൽ കയറിയുള്ളൂ. ഇരുന്ന് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. ഇവിടെ ഇങ്ങനത്തെ ഒരു ചവിട്ടുന്ന സ്ഥലമുണ്ട് ഒസാക്ക ബാത്റൂമിലുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ടെമ്പറേച്ചർ വെക്കാം, മാക്സ് ടെമ്പറേച്ചർ. പിന്നെ തണുപ്പും ചൂടും അങ്ങനെ ചൂടാക്കാം. ഷവറും പിന്നെ ടാപ്പിൻ്റെ സ്വിച്ചാണ്. ടാപ്പ് ഇതാണ്. ടാപ്പ് ഉണ്ടോ, ഇങ്ങനെ നീക്കാനൊക്കെ പറ്റും. ഒസാക്കയിലും ടോക്കിയോയിലും ഇതുപോലെ തന്നെയായിരുന്നു. ഷവർ ഇവിടെ ഫിക്സ് ചെയ്യാം, കയ്യിലെടുക്കാം, അല്ലെങ്കിൽ മുകളിൽ ഫിക്സ് ചെയ്യാം. എക്സോസ്റ്റ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, ടാബ്ലറ്റ്സും വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെച്ചാൽ സ്റ്റാൻഡൊക്കെ നോക്കി പക്കയായിട്ടിരിക്കണ്ട. കുറേ ടവൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെയുണ്ട്.
എക്സോസ്റ്റ് ഉണ്ട്. കിച്ചൺ എവിടെയാണോ? ആ കിച്ചൺ തുറന്നു കഴിയുമ്പോൾ കിച്ചൺ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കിച്ചൺ ഇതെന്താ പറയുക, വാഷ് ബേസിൻ ഉണ്ട്. ഇങ്ങനെ കിച്ചൺ സെറ്റ് ഉണ്ടോ ഇവിടെ? ഇതിനായിട്ടും കിച്ചൻ്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലല്ലോ. നോട്ട് സീ. ഇതിനകത്ത് കെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. മൈക്രോവേവ് ഇവിടെ ഉണ്ട്. ഇതിനകത്തുണ്ട് സ്റ്റവ്, ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് ഇൻഡക്ഷനാണ്. പുറത്ത് വെച്ചിട്ട് ഓൺ ചെയ്താൽ മതി. കണക്റ്റിംഗ് റൂമാണെന്ന് തോന്നുന്നു. നമുക്കൊരു ടേബിളൊക്കെ ഉണ്ട്. അത് വേറെ ഹോട്ടലിലൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. ടീപ്പോയ് ഉണ്ട് ഇവിടെ. ക്യോട്ടോയിലും ഒസാക്കയിലെ പോലെ തന്നെ ടീപ്പോയ്. നമുക്ക് ബാൽക്കണി ഉണ്ടോ? ട്വിൻ ബെഡ്റൂം ഉണ്ട്, ട്വിൻ ബെഡ്സ് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വെക്കാനായിട്ട് വീൽ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ഇവൻ താഴത്തേക്ക് ചാടും. അത്യാവശ്യം ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ? അല്ലേ, ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബാൽക്കണി തുറന്നിരിക്കുന്നു. ഒസാക്ക സ്റ്റൈലാണ്. ഇതൊരു നെറ്റും ഉണ്ട്. നെറ്റും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. കൊള്ളാം. അപ്പുറത്തൊരു പാർക്കാണ്. ഹോട്ടൽസാണ് ചുറ്റും തോന്നും. അത് അപ്പാർട്ട്മെൻറ്റ്സോ. എൻ്റെ അപ്പുറത്ത് നെയ്ബർഹുഡ് ഉണ്ട്. സാധാരണ ക്യോട്ടോക്കാർ ജീവിക്കുന്ന നെയ്ബർഹുഡ്. താഴത്തൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ ബൈ.